വെൽക്കം ടു ഇലക്ട്രിക്കൽ എജുസോൺ. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ ഇലക്ട്രിക്കലിൽ കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് ഇറക്കാൻ വേണ്ടി ഫീസ് ധാരണയായിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷന്റെ ഗസറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് 3 ദിവസത്തോളം നിങ്ങളുടെ പ്രൊഫൈലിൽ ഇറങ്ങുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മള് കഴിഞ്ഞ മാസം ഏപ്രിൽ ഈ ഒരു 15 തന്നെയാണെന്ന് തോന്നുന്നു നമ്മള് കമ്മീഷൻ ഡിസിഷനിൽ തീരുമാനം എടുത്ത നോട്ടിഫിക്കേഷൻസ് തന്നെയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നില്ല നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. എത്ര വേക്കൻസി ഉണ്ടെന്നും അതൊക്കെ ഏതൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിലിപ്പോ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള ഫസ്റ്റ് കാറ്റഗറി നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 69/2024 കേട്ടോ. ഓക്കെ, 69. ഓക്കെ, അപ്പൊ അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ഇലക്ട്രിക്കൽകാർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതേപോലെ അത് വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 70/2024 കേട്ടോ. ഓക്കെ, കാറ്റഗറി നമ്പർ 70/2024. അപ്പോൾ അത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. 3 വേക്കൻസീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, 3 വേക്കൻസീസ് ഉണ്ട്. 55,200 തൊട്ട് 1,15,300 വരെയാണ് എന്നുള്ളത് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. 3 വേക്കൻസി ഉണ്ട് അറ്റ് ദിസ് ടൈം. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള 3 വേക്കൻസീസ് എന്താ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 70/2024 അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബിടെക് അല്ലെ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. ബിടെക് ആർക്ക് എന്താ അപ്ലൈ വേണ്ടി പറ്റും. ഏജ് ലിമിറ്റ് ഉള്ളത് 21 തൊട്ട് 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 19/6/2024 അർദ്ധരാത്രി 12 മണി വരെയാണ്. നിങ്ങൾ എന്ത് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ലാസ്റ്റ് ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അതെല്ലാം കൂടി ഡിലേ ആവും, സൈറ്റ് ഹാങ് ആവും. ഇനി അടുത്ത് നോക്ക് 71/2024 പബ്ലിക് PWDയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇതിന്റെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കണേ. 55,200 തൊട്ട് 1,15,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. 2 വേക്കൻസി ആണ് എന്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കിയാലോ. യെസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ അതായത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇക്വലന്റ് പ്രിഫറബിളി വിത്ത് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബിടെക്കാർക്ക് ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നത് തന്നെയാണിത്. ഓക്കെ, പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പഠിച്ചോന്ന് അറിയില്ല, മോഡേൺ കമ്മ്യൂണിക്കേഷൻ അതേപോലെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്താ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. മുന്നത്തെ കുസാറ്റിന്റെ ഒക്കെ സിലബസിൽ എന്താ മോഡേൺ കമ്മ്യൂണിക്കേഷൻ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇത് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് ഇത് സ്വാഭാവികമായിട്ട് അപ്ലൈ വേണ്ടി പറ്റേണ്ടത് തന്നെയാണ്. ഓക്കെ, പിന്നെന്താ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, ഡിഗ്രി ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, ഡിഗ്രി ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ MSc ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് വയർലെസ് ആസ് എ സ്പെഷ്യൽ സബ്ജക്ട്. പക്ഷെ ഇതിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്നില്ലാരും നമുക്ക് നോക്കാം. ഓക്കെ, ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നില്ലാരും നോക്കാം. ഓക്കെ, ഇതാണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തത്. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എംടെക് പവർ സിസ്റ്റം, എംടെക് പവർ ഇലക്ട്രോണിക്സ്, ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഇത്രയും ആർക്ക് എന്താണ് അപ്ലൈ വേണ്ടി പറ്റും. അപ്പൊ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആർക്ക് അപ്ലൈ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ പ്രിഫറബിളി എന്നുള്ളത് വേണ്ട, കാരണം വെച്ചാൽ ഇവിടെ ഈക്വൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആർക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും അപ്ലൈ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കല്ലേ വന്നേക്കുന്നത്. ഓക്കെ, ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് വന്നേക്കുന്നത്. എനിക്ക് കാറ്റഗറി നമ്പർ 93 തോന്നുന്നു അല്ലേ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് കാറ്റഗറി നമ്പർ 93/2024, 94/2024. 93 ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ബിലോവാത്തിയ ഒരു വേക്കൻസി ആണുള്ളത്. 94 SC കാറ്റഗറി ഒരു വേക്കൻസി ഉള്ളത്. 19,000 തൊട്ട് 43,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IT ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഏത് ഇലക്ട്രീഷ്യന്റെ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വൽ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ. പോളിടെക്നിക്, ഡിപ്ലോമ, പോളിടെക്നിക്, ഡിപ്ലോമ, ബിടെക്, അതേപോലെ ITI വേറെ ITCയും കൂടി ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ടോ? NTC ഇലക്ട്രീഷ്യൻ കൂടി പറയാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് ഇതിൽ ഡിപ്ലോമ ഇൻ ഓക്കെ. അതിൽ in the absence of candidates with above qualification certified awarded by the ITI after having completed 18 months course in the trade of electrician and successful completion of apprenticeship. Okay. പിന്നെ 2 years എക്സ്പീരിയൻസ് ഇൻ ഫിലിം സ്റ്റുഡിയോ റെപ്യൂട്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഇലക്ട്രിക്കൽ ആർക്കുള്ളത്. അത് കൂടാതെ ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ ഇറങ്ങാൻ സാധ്യതയുള്ളത് ഞാൻ പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റിയിൽ AE അല്ലെ, ഈ കേരള വാട്ടർ അതോറിറ്റിയിലുണ്ട്. അത് ജൂൺ 1 അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.